സച്ചിദാനന്ദരൂപായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം ഭഗവാനേ ഭക്തവത്സല, നമ്മളിന്ന് വായിക്കാനുള്ളത് സജ്ജനങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇത് കേട്ടവർക്ക് ഇത് കർണപർവത്തിൽ ഇനിയിപ്പോൾ ദുശാസനവധം ആണ് നമുക്കിന്ന് പാരായണം ചെയ്യാനും അനുസ്മരിക്കാനും ഒക്കെ ഉള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവം. ദുശാസന വധം ഇതിൽ നടക്കും, കർണവധവും ഇതിൽ നടക്കും. രണ്ട് പ്രധാന വ്യക്തികളുടെ മരണമാണ് ഈ കർണപർവത്തിൽ ഇനി വരാണ്ടത്. നമുക്ക് ഗത കൊണ്ടു തച്ചു പൊടിച്ചു കൊന്നു ദധീലോളം ഒഴുകി ശോണിതം പുരന്തര വായുതനയന്മാരുടെ ശരഗതകൾ കൊണ്ടുടൽ മുറിയാതെ ഒരുവരുമില്ല. കുരുവരന്മാരിൽ ശരണമാരെന്നു പരവശരായി തരണി നന്ദനരികിലായിതേ ശരങ്ങൾ തൂകിനാനവനും അന്നേരം കരങ്ങളും കാലും മുറിഞ്ഞു. പാണ്ഡവർ പരന്നു ചെന്നതു മുടങ്ങിടന്നേരം അടിച്ചു പാഞ്ചാല നരവരന്മാരും അടുത്തു കേകയ നൃപതി വീരനും അതൂല വിക്രമമുടയ സാത്യകി നകുലനും പിന്നെ സഹദേവൻ താനും ദ്രുപദ പുത്രിതൻ തനയ വീരനും വിജയൻ താനുമായണഞ്ഞു പൂർജിതാനദീനവരോടു പൊരുതു. കർണനും അതു കണ്ടെല്ലാരും തെളിഞ്ഞു വാട്ടിനാർ. പവനനും തീയും ഒരുമിച്ച പോലെ പവനപുത്രനും വിജയനും കൂടി പൊരുതൊടുക്കിനരരികളെയൊക്കെ ഹര 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 ശിവ ശിവ എന്നു പറഞ്ഞു നാരദൻ. തെളിഞ്ഞതേറ്റവും പടക്കു സങ്കടം പെരുത്തതു കണ്ടു. കടുക്കനെ ദുശാസനനുമെത്തിനൻ മതിച്ചൊരാനയോടെതിർത്ത സിംഹത്തെ കണക്കെ മാരുതി കുതിച്ചു പാഞ്ഞുടൻ. കൊതിച്ചിരുന്നിതിങ്ങടുത്തു കാൺമഞ്ഞൻ ചതിക്കൊല്ലായിനി പൊടുക്കനവനി കരുത്തു കാട്ടുവാൻ മനസ്സുണ്ടിന്നെന്റെ കരത്തിന്റെ ബലം. വരുത്തണമെടോ ഗിരിവരോ പരിവരിഷിക്കും പോലെ ശരപരീഷം ചെയ്തിരുവരുമൊപ്പം പോരുതൻ കുടുമ ചൊല്ലുവാനരുതരുതേതു മനീലനന്ദനൻ വിരവിനോടു കൂടടുത്തു ചൊല്ലിനാൻ വരികവൻ മതം കലർന്ന ദുർമതേ. പരിമിഴിയാളാം ദ്രുപദ പുത്രിതൻ പുരി കുഴൽ ചുറ്റി പിടിച്ചിഴച്ചന്നും തെരുതരെ തുകയിലഴിച്ചതും ഓരോ പരീഭവം ഞങ്ങൾക്കകപ്പെടുത്തതും മറന്നതില്ല ഞാനതീനു നിന്നുഴൽ നരസുരാസുരർ പലരും കാണവേ. അടലിടെ കുത്തിപ്പൊടിപ്പനി പൊഴന്നെടി വെട്ടും വണ്ണം പൊടുപോടെയാർത്താൻ കുതിരകളെ കൊന്നൊടുക്കി സൂതനെ കൊല ചെയ്തു തെരുമഴിച്ചാൻ മാരുതി. ദൃഢപ്രജ്ഞൻ ദുശാസനനും കോപമോടടുത്തു ശക്തികൾ ശരങ്ങൾ ചക്രങ്ങൾ പൊഴിച്ചു ഭീമന്മൈ മുറിച്ചു തേരതുമഴിച്ചു ചാടിയൊന്നിടി പോലെ ആർത്താൻ എടുത്തിതു ഗത പുനരിരുവരും നടിച്ചു തങ്ങളിൽ പൊരുത പോർ പോലെ അടുത്തൊരു യുദ്ധം നടിച്ചുണ്ടായതില്ലടർക്കളമൊക്കെ പൊടിച്ചിരുവരും അടിച്ചരഞ്ഞനും തടുത്തർ പിന്നെയും കൊടുത്തു കൊള്ളുവാൻ പഴുതു നോക്കിയും കൊടുത്തു കൊള്ളാതെ കഴിപ്പാൻ നോക്കിയും തടുത്തു വാങ്ങിയും അടുത്തു തൂങ്ങിയും നടിച്ചിരുവരും പൊരുതതു നേരം പൊടിച്ചിതു ദുശാസനനുടെ ഗത പിടിച്ചാൻ അന്നേരമണഞ്ഞു. ഭീമനെ കടിച്ചു മുഷ്ടികൾ ചുരുട്ടി കുത്തിയും പൊടി ചൊഴുകിനാരുധീരം കൈകൊണ്ടു വടിച്ചു വീട്ടിയും മിഴിയിലെ ചോര തുടച്ചും മുട്ടി കൊണ്ടിടിച്ചും പല്ലുകൾ കടിച്ചു മൂഴിയിൽ പതിച്ചും അപ്പോഴേ പുരണ്ടെഴുന്നേറ്റും തിരണ്ട കോപത്താലൊഴുണ്ട കണ്ണിണ പൊടിയാൽ മൂടിയും കഴുത്തിൽ കൂർത്തുമൂർത്തിരിക്കുന്ന നഖം പതിച്ചും വായ്പൊടു പറിച്ചും എത്രയും തിരിച്ചു കമ്പം കെട്ടിയും ചരണങ്ങൾ ഞെരിച്ചു കൈത്തലം തിരിച്ചു മാകുലാൽ പറിച്ചു മൂക്കൊടു തലമുടി ചോര തെറിച്ചു നാലു ദിക്കിലും ചിതറിയും ഉരത്തോടു പാഞ്ഞു മുരച്ചു തങ്ങളിൽ കരത്തോടു കരമുരച്ചു ഊഴിയിലുറച്ചു നിൽക്കയും ചവിട്ടു കൊണ്ടുപോയി തെറിച്ചു വീണുപോയിരുണ്ടും അപ്പോഴേ ഭയം വരുമാറു കലഹം കണ്ടവർ ജയം വരും ദുശാസനെന്നു ചിലർ ജയം വരും മൃഗോദരനെന്നു ചിലർ ഭയം കളഞ്ഞു കൺകടവെന്നു ചിലർ ഭയം വരും കണ്ടാൽ എനിക്കെന്നു ചിലർ ഭയങ്കരമിതു
സമരമെന്നെല്ലാം പറഞ്ഞു തങ്ങളിൽ വിവാദിക്കുന്നേരം കുറഞ്ഞൊന്നു മാറിക്കളഞ്ഞു മാരുതി ചുവട്ടിൽ വാങ്ങി നിന്നടി രണ്ടും വാരി ചുവട്ടിലാക്കി മേൽക്കരയേറി കരമമർത്തു നന്നായി ചവിട്ടി നിന്നുകൊണ്ടമർത്യമർത്യന്മാർ പലരും കാണവേ ചളിപ്പു കൈവിട്ടങ്ങെടുത്തു കൈവാളാൽ പൊളിച്ചു മാറിടും നഖങ്ങളെ കൊണ്ടും പൊടുപൊടെ പൊടിച്ചുടനുടനുടൻ ചുടു തിളച്ചരുവിയാർ പോലെ തൊടേ വന്നരു ധീരപൂരത്തെ കുടെ കുടിച്ചലേറിച്ചാടിയും പെരുവെള്ളം പോലെ വരുന്ന ശോണിതം ഒരു തുള്ളി പോലും പുറത്തു പോകാതെ കവീണു നന്നായി കിടന്നുകൊണ്ടുടൻ കവിൾത്തടം നന്നായി നിറച്ചിറക്കിയും മതിച്ചു മാരുതി ചിരിച്ചു ചൊല്ലിനാൽ മതിർത്തിതു നാവും ഉദരവുമെല്ലാം കുടൽമാല മെല്ലെടുത്തു കൊണ്ടുടൻ തുടർമാല പോലെ കഴുത്തിലിട്ടുകൊണ്ടടർക്കളമെല്ലാം പൊടി പൊടും വണ്ണമുടനുടൻ ചാടിത്തുടമേലെ തച്ചും. എന്താ നോക്കിയാ ഭീമസേനന്റെ യുദ്ധം ഇങ്ങനെ പൊടിച്ചു നടക്കുന്ന സമയത്ത് ദുശാസനം ചാടി വന്നു. ദുശാസനം വന്നിട്ടാകുമ്പം നിന്നെ കാണാൻ തന്നെയാണ് ഞാൻ കളിച്ചത്, വാടോ മടിച്ചു നിൽക്കലവാന്നും പറഞ്ഞ് ദുശാസനെ വിളിച്ചു. രണ്ടുപേരും ഭയങ്കര ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത പോലുള്ള യുദ്ധം എന്നാ പറയുക. അങ്ങനെയുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചവിട്ടി അങ്ങ് ദൂരം പോയി മേലെ കയറിയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താന്ന് ചിലവർ പറയുന്നത് ഭീമസേനൻ ജയിക്കുന്നു, ചിലവർ പറയുന്നത് ദുശാസനം ജയിക്കുന്നു. എനിക്കത് കാണുമ്പോൾ പേടിയാവുന്നു എന്ന് പറയുന്നു ചിലവര്. ഇതെന്തൊരു സമരാണെന്ന് പറഞ്ഞു ചിലവർ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിച്ചു അങ്ങ് നിലത്തൊട്ടിട്ട് ചുവട്ടിൽ വാങ്ങി നിന്നടി രണ്ടും വാരി ചുവട്ടിലാക്കി കാല് കുറച്ച് പിറകോട്ടങ്ങ് മാറി ഒന്ന് കുനിഞ്ഞ് ആ രണ്ട് കാലും പിടിച്ച് നിലത്തങ്ങ് അടിച്ചു. മേലെ കയറിയിരിക്കുകയും ചെയ്തു. എന്നിട്ട് കൈവാള് കൊണ്ടങ്ങ് പൊളന്നു നെഞ്ഞ്. പിന്നീട് കൈ കൊണ്ടായി, പിന്നെ വാളൊന്നും വേണ്ട. കൈ കൊണ്ട് നല്ലോണം അങ്ങ് പൊളന്ന് വെച്ച് കമഴ്ന്ന് കിടന്ന് ചോര മുഴുവനും കുടിച്ചു എന്നാ പറഞ്ഞു. ഒരു തുള്ളി പോലും പുറത്തു പോവാതെല്ലാം കുടിച്ചു. എന്നിട്ടോ ഇത് നമ്മുടെ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ ആ ഭഗവാൻ വേഷം കെട്ടിട്ട് വന്നില്ലേ, അതുപോലെയാണിപ്പം ഭീമസേനൻ ഈ ചോരയെല്ലാം കുടിച്ച് ആ കുടൽമാല വലിച്ചെടുത്തുടൻ തുടർമാല പോലെ കഴുത്തിലിട്ടു. അത് ആ കുടൽമാലയെല്ലാം കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേന്നിപ്പം. വൈരിജാതകൻ ഈശ്വരൻ്റെ തറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇല്ലവർക്കൊക്കെ മനസ്സിലാവുമല്ലോ. ആ തറ എങ്ങനെയാണോ തുള്ളുന്നത് അതുപോലെയാണ് ഭീമസേനൻ കളിക്കുക. അടർക്കളമെല്ലാം പൊടി പൊടും വണ്ണമുടനുടൻ ചാടിത്തുട മേലെ തച്ചും പശുസമർ പാണ്ഡുസൂതന്മാരെന്നല്ലോ പറഞ്ഞിതു മുന്നം പലരും കേൾക്കവേ പരിഹാസമോടോ മതിച്ചു കൈകൊട്ടി ചിരിച്ചു കൂത്താടി നടന്നു നിങ്ങളും പശുസമന്മാർ. കൗരവരെ നിക്കാലം പറഞ്ഞു ഞാൻ താനും ഇതാ കൂത്താടുന്നേനി നീ കള്ളന്മാർ കുലത്തിൽ മൂത്തവനെനിക്കൊരു നാളെ കളിക്കുണ്ടായി വരും. പൊരുതവനെയുമൊടുക്കി രാജ്യവും പൊരുളും നൽകുവനരജനു തന്നെ പൊടുന്നനവേന്നുരത്ത മാരുതി നടിച്ച നർത്തകിയോടു കലർന്നൊരു നടപ്രവരനെ കണക്കെ മത്തനെ നരഹരി ഹിരണ്യനെ പിളർന്നൊരു കുരുതിയും അണിഞ്ഞിരിപ്പതുപോലെ നടക്കുന്ന നേരമടർക്കളമെല്ലാം പൊടിച്ചു മാറ്റാരെ ഒടുക്കി വേഗത്തിൽ കുരുവര സഹോദരന്മാരും വന്നു പൊരുതർ മാരുതി അവരെയും കൊന്നാൻ. പെരുത്ത ദുഃഖവും ഭയവും കൈക്കൊണ്ടു കുരുക്കളൊക്കെ തിരിച്ചു മണ്ടിനാർ. അടുത്തിതു സേനാപതി തനേയനം പടുത്വമേറിടും വൃഷസേനൻ വീരൻ അവനോടു യുദ്ധം കൊടുതഴിച്ചതു പവന നന്ദനൻ തളർന്നിതു ചെമ്മേ. അകലും മുന്നേ വന്നടുത്താൻ അന്നേരം നകുലനും വാളും പരിചയവുമായി പകലവനുടെ മകനും അമ്പിനാൽ ശകലിച്ചാൻ വാളും പരിചയവും. അപ്പോൾ നകുലനു വന്ന പരിഭവം കണ്ടോരതൂല വിക്രമമുണ്ടായ പാഞ്ചാലൻ അരികത്തു തന്റെ മരുമക്കൾ ഇവരൊരുമിച്ചുണ്ടെന്നൊരുറപ്പു തന്നാലെ വിരവിനോടുകൂടടുത്താൻ അന്നേരം മരികൾ കൂട്ടത്തിൽ അകപ്പെട്ടാൻ അവനരിഞ്ഞു പോയുടൽ ശരങ്ങളാലെന്ന പരവശതയോടടുത്തു സാത്യകി ഇടിയോടു നേരായി മുഴങ്ങുന്നാദത്തോടിട കലർന്നിതോ പടയതോ നേരം വൃഷസേനൻ കർണൻ കൃപരും ഭോജനം വിഷാധരധ്വജൻ ഗുരു തനയജനം മരിക്കണം പക്ഷെ ജയിക്കണമെന്നും ഉറച്ചു.
നന്നായി ശ്രമിച്ചു പോർ ചെയ്താർ നകുലൻ പാഞ്ചാലിയുടെ തനയന്മാർ പകവലവനു നേരി എന്ന പാഞ്ചാലൻ അനില നന്ദനൻ അരിയ സാത്വികി അനുപമനായ വിജയൻ താനുമായി കലഹിക്കുന്നേരം വൃഷസേനൻ വീരൻ പല ഹയങ്ങളെ കൊല ചെയ്തു. പിന്നെ സകല ലോകേശ വിജയന്മാരുടൽ ശകലനം ചെയ്തു. പവനജൻ തന്റെ രഥഭൂമി ഇതൊക്കെ മുപ്പൊടിച്ചലറുമ്പോൾ പൊരുതു നീ ചെയ്ത കരുമനയെല്ലാം പെരുകെന്നു പറഞ്ഞു പാർത്ഥനും. അങ്ങനെ ഇങ്ങനെ എന്നാണ് ഈ ഭീമസേനന്റെ നടത്തവും എല്ലാം കണ്ടിട്ട് എല്ലാവരും പേടിച്ചു പോയി. കുറേ എണ്ണം വന്നു. ആര്യാന്യ സഹോദരന്മാർ ഈ ദുശാസനന്റെ എല്ലെണ്ണത്തിനെയും കൊന്നിട്ട് നല്ലോണം ലേശം ഒന്ന് ക്ഷീണം, വൃഷസേന എന്ന് പറഞ്ഞ ആൾ വന്നിട്ടാകുമ്പത്തെ ലേശം ക്ഷീണം ബാധിച്ചു. അപ്പോഴത്തേക്ക് വന്നു നകുലൻ വന്നിട്ട് നല്ലോണം യുദ്ധം ചെയ്തു. അന്നേരം പാഞ്ചാലം വന്നു. എൻ്റെ 5 മരുമക്കളും ഉണ്ടല്ലോ, അടുത്തു നിന്നുള്ള ധൈര്യം കൊണ്ട് പാഞ്ചാലം വന്നു. അങ്ങനെ ഗംഭീരായിട്ട് യുദ്ധം നടക്കുകയെന്ന്. ഇതൊക്കെ പൊടിച്ചലേറുമ്പോൾ പൊരുതു നീ ചെയ്ത കരുമനയെല്ലാം പെരികെ നന്നെന്നു പറഞ്ഞു പാർത്ഥനും. ഒരു ശരം തെരഞ്ഞെടുത്തതു കൊണ്ടു വിരപടു തലയറുത്താൻ അന്നേരം അടുത്തു കർണനും വിജയനോടപ്പോൾ എടുത്തു ബാണങ്ങൾ തൊടുത്തുടനുടൻ കൊടുത്താൻ അർജുനനിന തനയനും പടുത്തമോടവ മുറിച്ചതിൽ പരം ചൊരിഞ്ഞ അമ്പുകൾ മഴ പെയ്യും പോലെ നിറഞ്ഞു പോർക്കളമിട കലർന്നപ്പോൾ മറഞ്ഞു ദിക്കുകൾ തരണി ബിംബവും പറഞ്ഞു കണ്ടു നിന്നവരും തങ്ങളിൽ വിജയം കർണനു വരുമെന്നു ചിലർ, വിജയം പാർത്ഥനു വരുമെന്നു ചിലർ. ശിവനോടു പറഞ്ഞിതു വിരിഞ്ചനും ഇവിടെ പാർത്ഥനു വരും അത്രേ ജയം. പലരും ഇങ്ങനെ പറയുന്നേരത്തു കലഹവും അതിഭയങ്കരമായി മലകളും അലകടലും ആശരകുലവും അഞ്ചിടും പടി ഹനുമാനും അലറിടുന്നിതു. തെരുതരയപ്പോൾ ചലിതമോടുടനുറച്ചു കൗരവർ കുറഞ്ഞതില്ല പോർക്കിരൂപരും ഏതും പറഞ്ഞു ശല്യരോടിന തനയനും. പടയോടുകൂടെ പൊരുതു ഫൽഗുനടലിൽ എന്നെ കൊന്നൊടുക്കിടും നകൽ പ്രവൃത്തി ശേഷമെന്തതു ചൊൽകുന്നപ്പോ പ്രവൃദ്ധ താപേന പറഞ്ഞു ശല്യരും. അതു വരുന്നകിൽ അനന്തരം യദൂപതിയെയും ധനഞ്ജയനെയും കൊന്നു ജയം കുരുകലവരനു നൽകുവൻ ഭയങ്കളക ഭാസ്കര തനയാ നീ. അപ്പൊ പറയുന്നു നല്ലോണം അർജുനനും കർണനും കൂടി നേരിട്ടു. ഭയങ്കര അതിഭയങ്കരമായ യുദ്ധം. അതിൻ്റെ അടുക്ക് കർണൻ ചോദിക്കുന്നു ശല്യരോട്, എന്നെ ഒരുപക്ഷെ ധനഞ്ജയൻ കൊന്നു എന്ന് വെക്കാം, അപ്പൊ എന്തെന്നാ ഇനി അങ്ങ് ചെയ്യാൻ പോകുന്നത്? അന്നേരം പറയുന്നു ഈ അവാത്തൊരു കാര്യം പറഞ്ഞു ശല്യര്. എന്തെന്ന്? യദുപതിയെയും അതായത് ഭഗവാനെയും അർജുനെയും കൊന്നിട്ട് ജയം കുരുകുലവരനായ ദുര്യോധന് ചെയ്യും ഞാൻ എന്ന് പറയുന്നു. കഷ്ടം. അരുണനന്ദനൻ അതു കേട്ടേറ്റവും അരുണനേത്രനായാണ് ഞാൻ അന്നേരം രഘുകുലവര നിശീചര വരരണാശി നിശമന മനോഭവിപ്പിപ്പൻ വിഭൂത നായക തനയൻ. അന്നേരം വിഭൂതകളധിപതിയോടു ചൊന്നൻ ജയ ജഗൽപതി ജയ ജനാർദ്ദന ജയ നാരായണ ജയ മധുരി പോ തരണി നന്ദനൻ വധിക്കിലെന്നെ നിന്തിരുപടി എന്തു നിനച്ചതു പിന്നെ അരുളി ചെയ്യണമടിയനോടതെന്നുരവേറും. ജിഷ്ണു പറഞ്ഞതു നേരം രിപു കുലത്തിഴാനടയെ സംഹരിച്ചവനി ധർമ്മജൻ തനിക്കു നൽകുവന്നവനും. അന്നേരം ചരണതാരിൽ വീണവനതനായിട്ടുണർത്തിച്ചിടിനാൻ. അതുകൂടാതെ ഞാൻ ഇവനെ കൊല്ലുവാനനുജ്ഞനിന്തിരുവടിയരുളണം മുറുകെ കൂട്ടിനാൻ. മധുരിപു തരും കുറവ് കൂടാതെ അടുത്തു കർണനും മുറിഞ്ഞത് അമ്പുകൊണ്ടുടലിരുവർക്കും മുറയായി തുടങ്ങി നാരിമാർ. ശരശകലിത കരിതുരകങ്ങൾ കരചരണമറ്റുടനുടൻ വീണു. മഴ പെയ്യും പോലെ പൊഴിഞ്ഞു ബാണങ്ങൾ പുഴകളെ പോലെ ഒഴുകി ശോണിതം. ഹര 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 എന്നും ശിവ 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 എന്നും അരിമയോടുകൂടടുത്തു ചൊല്ലിയും മരുവേർമേൽ നിന്നിറങ്ങി പുൽകിയും തെരുതെരെ വീരർ മരിക്കുന്നവരുടെ പെരുവഴിയായി ചമഞ്ഞു ഭാസ്കരൻ.
തിരുവടി അടൽ നടുവതു നേരം തിരിഞ്ഞു ബാണങ്ങളെടുത്തു കർണനു മെരിഞ്ഞ് കോപമോടടുത്തതു നേരം പ്രളയകാലത്തു ദിനകര ബിംബമളവില്ലാതോളം ഉദിച്ചതുപോലെ ത്രിഭുവനമെല്ലാം ദഹിപ്പൻ കൽപ്പതദഹനൻ ഉജ്ജ്വലിച്ചണയുന്ന പോലെ അടുത്തതു നിരമതിനുടെ നിര പ്രളയകാലാനുഗുണ മരുതനു ശതഘനാഘനഭ കളേബരപ്രിയ സഖിയായ ധനഞ്ജയനോടും ശരമസാരം തുടങ്ങി പ്ലാവനകരന്മാരായതു ശിവ ശിവ ശിവ. അപ്പം അങ്ങനെ ചോദിച്ച സമയത്ത് അതേ സമയത്ത് ഇവിടെ ചോദിക്കുന്ന അർജുനൻ, ഭഗവാനെ മധുരിപോ നാരായണ ജനാർദ്ദന, എന്നെ കർണം കൊന്നാൽ അങ്ങ് എന്താണ് ചെയ്യാൻ വിചാരിച്ചത്? ഞാൻ എല്ലാം ഒന്നിച്ചങ്ങ് സംഹരിച്ചിട്ട് ഞാൻ രാജ്യം ധർമ്മപുത്രർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. നേരം പറഞ്ഞു, കാക്ക് വീണ് നമസ്കരിച്ചു പറയുന്നു, അതുകൂടാതെ എനക്കെന്നെ ഇവനെ കൊല്ലാനില്ല അനുജ്ഞ അങ്ങനെ തരണേന്ന് പറഞ്ഞു. അപ്പം ശക്തിയായിട്ട് തേരോടിച്ചു ഭഗവാൻ. നല്ലോണം ഇല്ലേ യുദ്ധം. എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. പ്രളയകാലത്ത് പിന്നെ സൂര്യബിംബം ഉദിച്ചതുപോലെയും ത്രിഭുവനെല്ലാം ദഹിപ്പാൻ വേണ്ടിയിട്ട് പിന്നെ അഗ്നി ജ്വലിക്കുന്നത് പോലെയും അങ്ങനെയല്ല യുദ്ധത്തിൻ്റെ ഇടക്ക് ദിനകര സുതശര കിരണങ്ങൾ ശമനം ചെയ്യുന്ന സുരപതി സുതശര പരീക്ഷങ്ങൾ ദഹിച്ചിടും മെരിയും അസ്ത്രങ്ങൾ പൊഴിഞ്ഞു കർണനും മരിഞ്ഞരിഞ്ഞവ കളഞ്ഞു ഫൽഗുനൻ ചൊരിഞ്ഞ നമ്പുകൾ പലതരത്തിലും രഘുവര നിശിചര വരരണ സമവിലോകന കുതൂകമോടുടൻ ഇരുവരോടു നേരൊരുവരില്ലെന്നു സുരമുനി ജനം പുകഴ്ത്തിടുന്നേരം കലേശ സംഭവതനയ ആദരൽ കലി പുരുഷനാകിയ കുരുകുലപ്പെരുമൽ തന്നോടു പറഞ്ഞിതെത്രയും വരികലാളിച്ചു വരികരാജാനി പല ഗുണങ്ങളോടവനിയും വണു പല കാലം വഴുക നൃപശിഖാമണി മതി മതീരണ മതി ഭയം വരൂ മതി ചതുരത കലർന്ന ശൂരന്മസുരവര ദിനകര സുതന്മാരോടൊരു വരില്ല നേർധനുസെടുത്തതിൽ പിഴച്ചിലേതുമൊരടവുകളാർക്കും ഒഴിച്ചു പോകയില്ല വരിരുവരും നിരക്കണം പാണ്ഡുതനയന്മാരോടെന്നൊരിക്കലും വൈരം നിനക്കരുതിനി പിണക്കം നല്ലവരോടു നന്നല്ലതു മിണക്കം വേണ്ടുവതിവരോടു നൂനം ഒഴിഞ്ഞതെന്തൊന്നു മുകുന്ദൻ എന്നാലതൊഴിഞ്ഞു ചെയ്യുകയില്ലവരറിഞ്ഞാലും തുണ നാരായണൻ അവർക്ക് എപ്പോഴും പണിയുണ്ടോ പിന്നെ ജയിച്ചു കൊള്ളുവൻ പടത്തലവന്മാരിരുവരെ ഞാൻ അടൽക്കളമതിൻ നടുവിൽ പുക്കുകൊണ്ടകറ്റുവൻ പക്ഷേ പറഞ്ഞാലും എന്നാൽ പകച്ചു പോകാതെ ഇനിയുള്ള കാലം അകക്കുരും നേരെ തെളിഞ്ഞു ധർമ്മജൻ നിനക്കു രാജ്യവും പകുത്തു തന്നിടും ഉടപ്പമേറിടും അവരുമായി നന്നായി അടുത്ത വണ്ണം മേദിനിയും വാണു നീ സുഖിച്ചിരിപ്പത് അതിനൊതിക്ക മാനസം നശിക്കുമല്ലെങ്കിൽ അടലിൽ നീ താനും. കലശ സംഭവ ആരാ പറയുന്നു? നാരദരി വന്നിട്ട് പറയുന്നു, നീ എല്ലാം നശിച്ചില്ല, ഇനിയെങ്കിലും ഒരിക്കലും യുദ്ധം മതിയാക്ക്. പിന്നെ ധർമ്മപുത്രോട് അണങ്ങിയിട്ട് പകുതി രാജ്യം തരും നിനക്ക്. ധർമ്മപുത്രക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും യുദ്ധം മതിയാക്കിയിട്ട് പിന്നെ ആ പകുതി രാജ്യം വേണ്ടിയിരിക്കുമെന്ന് പറയുന്നു. അവരെ കൂടെ ഭഗവാനുണ്ട്. അവർക്ക് എപ്പം എന്നാണ് ഭഗവാൻ മുകുന്ദൻ എന്നാ പറയുന്നത് വെച്ചാൽ അതിനപ്പുറം അവർ ചെയ്യൂല. എന്നെ പറഞ്ഞത് ഒരു നാരദല്ല, ഗുരുസുതൻ, അതായത് അശ്വത്ഥാമാവ്. ഗുരുസുതനിതു പറഞ്ഞതു നേരം കുരുപതി താനും അവനോടു ചൊന്നൻ, അടുത്ത തമ്പി തന്നെ രുധീരത്തെ കുടിച്ചതെങ്ങനെ മറന്നിടുന്നു ഞാൻ. അവരുമായി സുഖിച്ചവനീ വാഴുവാൻ അവകാശം വന്നാൽ അതു പൊറുതിയോ. എനിക്കവരെയും അവർക്ക് എന്നെയും എനക്കുരുന്നിൽ തേറരുതറിഞ്ഞാലും പലവും ഇത്തരം പറയുന്ന നേരം പലരിഭൂതനയനും മങ്കേശനും പലവിധ വസ്ത്രങ്ങളും പ്രയോഗിച്ചു ഫലം വന്നിലേതു മതിനൊരുവർക്കും. വിജയൻ പാവകശരമയച്ചതു വരുണാസ്ത്രം കൊണ്ടു തടുത്തു കർണനും എടുത്തു പർജന്യമയച്ചു ഫൽഗുനൻ തടുത്തു വായവ്യമതിനാൽ അങ്കേശൻ
ചടുതി പർവ്വതമയച്ചത് അർജുനൻ തടുത്തു വജ്രാസ്ത്രം മദീനാൽ അങ്കേശൻ പല ദിവ്യാസ്ത്രങ്ങൾ ഇരുവരും ഒപ്പം തുലീതന്മാരായി പ്രയോഗിക്കുന്നേരം ദലീതദേഹനായി ചമഞ്ഞിതു പാർത്ഥൻ ചലീത ചിത്തനായിതു മുകുന്ദനും കലീത മോദമോടണഞ്ഞു കൗരവർ നില വിളിച്ചിതു നിവരയന്നേരം അടുത്തു പാർത്ഥനോടുര ചെയ്തു ഭീമനൊടുക്കിഴേണം കർണനെ നിമിഷം നിപടക്കിളക്കമുണ്ടറിഞ്ഞിതോ ഭവൻ നടുക്കം ഉൾക്കൊണ്ടു തിരിച്ചു മണ്ടുകിൽ ഒരുത്തരവുമില്ല പൊറുപ്പിച്ചു കൊള്ളുവാൻ കരുത്തരായുള്ളവർ കിഴച്ചിരിക്കുന്നു ഉരത്തിറക്കുന്ന ശരത്തിനാലൊക്കെ തരക്കിയിട്ടുണ്ടെന്നു ധരിച്ചിരിക്കണം എനിക്കുമുണ്ടൊട്ടു തളർച്ച ഇന്നിപ്പോൾ മനക്കുരുന്നേതു മിളക്കമെന്നിയെ വധിക്ക കർണനെ അവനിതു കലം ചതിക്കുന്ന അമ്മയെന്നറിഞ്ഞിരിക്കണം മുകുന്ദൻ ഇന്ദിരാരമണൻ ഗോവിന്ദന ഖണ്ണൻ അംബുജനയനൻ മാധവൻ അരുളി ചെയ്തിതു പവന നന്ദനൻ പറഞ്ഞതു പോലെ പലതരം അപ്പോൾ ചൊരിഞ്ഞിതു ശരനികരം അർജുനൻ ചൊരിഞ്ഞിതു ചോരരവീതനയനും. അതിൻ്റെ അടുക്ക് വന്നിട്ട് ഭീമസേന അതിൻ്റെ അടുക്ക് ഒരു പാഞ്ചാലിയുടെ തലമുടിയും കെട്ടിയിട്ട് വന്നു തോന്നുന്നു. ഈ ചോര കൈകൊണ്ട് കെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, ഇപ്പം തന്നെ കർണനെ കൊല്ലണം അർജുന, എനിക്ക് കുറച്ച് ക്ഷീണം ബാധിച്ചിട്ടുണ്ട്, എനിക്കിപ്പം അധികം എനിക്ക് സഹായിക്കാൻ കഴിയും തോന്നുന്നില്ല. അപ്പുറം ആ പടക്കൊരിളക്കം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് അവനെ കൊന്നിട്ടെങ്കിൽ പിന്നെ കൊല്ലാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറയുന്നു. കരിഞ്ഞിതു ഭാവം കുരുവരന്മാർക്കും ചരിഞ്ഞിതു നിന്ന ചതുരംഗങ്ങളും പൊരിഞ്ഞു തീർക്കണം തെറിച്ചിടും വണ്ണം തെരഞ്ഞു ബാണങ്ങളയച്ചു കർണനും കരഞ്ഞു മണ്ടുന്നു കരീവരന്മാരും പിരിഞ്ഞു കേഴുന്നു പരന്ന കാലളും തിരിഞ്ഞു നിൽപ്പവരവയവങ്ങളെ അരിഞ്ഞരിഞ്ഞിട്ടു തുടങ്ങി പാർത്ഥനും കുറഞ്ഞിലേതു നേരെ വീസുതൻ ബാണം മുറിഞ്ഞു വീണു വീണടൽ കളമെല്ലാം നിറഞ്ഞു ഭാനുമണ്ഡലവും അന്നേരം മറിഞ്ഞു ദിക്കുകൾ തിരിക്കായിലർക്കും മുറിഞ്ഞു വീഴുന്നു രഥങ്ങളുമെല്ലാം ഒരു മുഹൂർത്തത്തിനിടക്കു കർണനും തെരുതരെ മരിച്ചിതു പടയെല്ലാം മുറിഞ്ഞു വീഴുന്നു മതഗജങ്ങളും തിരിഞ്ഞു മണ്ടുന്നു തുരകപംക്തിയും ശരങ്ങൾ കൊണ്ടുടൽ മുഴുവൻ മൂടുന്നു മുറിഞ്ഞു വീഴുന്നു കൊടിമരങ്ങളും പടക്കുനാശം വന്നതു കണ്ടു കർണനടുത്തു നാഗാസ്ത്രമെടുത്തു വേഗത്തിൽ തൊടുത്തു പാണ്ഡവൻ മിഴികൾക്കു നേരെ പടുത്തമോടു ശല്യരൂമുര ചെയ്തു പിഴക്കും അമ്പതങ്ങയക്കൊല കർണ കഴുത്തിനു നേരെ അയക്കുന്നു ശല്യർ പറഞ്ഞതു കേട്ടു പറഞ്ഞു കർണനും പറഞ്ഞതു നന്നതറിഞ്ഞു വൈകാതെ തൊടുത്ത ബാണം ഞാൻ എടുത്തിനി വീണ്ടും തൊടുക്കയില്ലെന്നു ധരിച്ചിരിക്കണം ജ്വലിച്ച നാഗാസ്ത്രമണയുന്ന നേരം ചലിച്ചിതു ചിത്തം സുരജനങ്ങൾക്കും തിരിക്കയില്ലയോ ശരമിതു കൊണ്ടു മരിക്കുന്നായോ നീ മമ സഹോദര ചതിക്കൊല്ല സത്യം പിഴക്കൊല്ല എന്നങ്ങതി പ്രമോദന പറഞ്ഞു കർണനും. കർണൻ അത്ര നല്ലതാണെങ്കിൽ ഈ വൃത്തികെട്ടവരെ കൂടെ കൂടിയുകൊണ്ട് കർണന് മഹാബടക്കായിട്ടില്ലതിപ്പോൾ വഷള്. ശിവന്റെ കൂടെ പാപം കൂടിയാൽ ശിവനും പാപനാവെന്ന് പറഞ്ഞ പോലെ ആയിട്ടാണ് നല്ലത്. അപ്പോൾ പറയുന്ന ഓ എൻ്റെ ഞാൻ ചത്തുപോലെ ചാവോ നീ ഇപ്പം എന്നല്ല എൻ്റെ അടുക്ക് കൊണ്ടുപോയിട്ട് നാഗാസ്ത്രത്തിൽ കണ്ണിന് നേരെ അയച്ചു. അന്ന് കണ്ണിന് നേരെ തൊടുക്കുമ്പം ശല്യം പറഞ്ഞു കണ്ണിന് നേരെ തൊടുക്കല്ല കാരണം കഴുത്തിന് നേരെ തൊടുക്കും. അല്ല ഞാനന്ന് ചെയ്യാൻ വിചാരിച്ചത് അത് അതിലൂടെയല്ല, ഇനി ഞാൻ ആ അമ്പ് എടുത്തിട്ട് അത് ഞാൻ അയക്കൂല എന്ന് പറയും. എൻ്റെ അടുക്കാന്ന് ഇതെല്ലാം പറയുന്നു. സങ്കടമായി പോലോ ഞാൻ ഇപ്പം ചാവൂലേ എന്നെല്ലാം പറയുന്നു. അപ്പോൾ കുറേ നാഗങ്ങളെല്ലാം ഉണ്ടല്ലോ, ഈ തക്ഷകനെല്ലാം അർജുനോട് ഇഷ്ടക്കേടാന്ന് തെളിഞ്ഞിത് അശ്വസേനനും മധു നിരം വിളങ്ങി തക്ഷകമുഖങ്ങളും എല്ലാം പല നിലത്തിലും പല പ്രകാരവും പല നാളം കാത്ത പരൻ പുരുഷനും നിനച്ചു കണ്ടു പാണ്ഡവനുടെ രഥം നിലത്തൊരൈ വിരലമർത്തു താഴ്ത്തിനാൻ മുടിയോടു കൂടി എരിഞ്ഞു പാണ്ഡവൻ മകുടവും കൊണ്ടു നടന്നു ബാണവും പുനരിരുവരും പെരുമഴ പോലെ പുനരഭിവേകാലെടുത്തു ബാണങ്ങൾ പൊഴിഞ്ഞതിനാലെ നിറഞ്ഞു തൊഴിയും പൊഴിഞ്ഞൊഴുകുന്നു രുധിരവാരിയും മറഞ്ഞിതു കരകിരണബിംബവും നിറഞ്ഞിരുട്ടായി ചമഞ്ഞു ലോകവും അകന്നു കണ്ടു നിന്നവർകളുമെല്ലാം പകർന്നു ഭാവവും പകലവനപ്പോൾ വിരവോട് അർജുനനൊരു ശരം കൊണ്ടു വിളങ്ങും കുണ്ടലം കളഞ്ഞാൻ അന്നേരം. ഈ കണ്ണിന് നേരെ അമ്പങ്ങ് തൊടുത്തിട്ട് അമ്പം ഭഗവാൻ എന്ത് ചെയ്തു, പല നാളും കാത്ത പരംപുരുഷൻ എന്ത് ചെയ്തു വെച്ചാൽ ആ തേരിൻ്റെ ഉരുളും ഒരു 5 വിരൽപ്പാട് താഴ്ത്തി. അപ്പോൾ കണ്ണിൻ്റെ അടുത്ത് നിന്ന് 5 വിരൽപ്പാട് വെച്ചാൽ നെറ്റിക്ക് മുകളിലായില്ലേ. അപ്പോൾ
കിരീടം കൊണ്ടങ്ങ് പോയി. ആ എന്തെന്ന് ഇവർ വിചാരിച്ചിനി ഭഗവാൻ കൂടിയുള്ളവർക്കുണ്ടോ ആപത്ത്. അപ്പോൾ എല്ലാം കുണ്ടലോലം കളയലായി. അർജുനൻ കുണ്ടലം കളഞ്ഞു. വിജയനെയും കേശവേനെയും ഇതു വിഗത ഭീതിയോടടുത്തു കർണനും ജഡതി തേരുരുളവനിയിൽ താണു തടഞ്ഞിളകാതെ ചമഞ്ഞിതന്നേരം ഒരു ശസ്ത്രാസ്ത്രങ്ങൾ വഴിയെ തോന്നില്ല ഗുരു ശാപത്തിനാൽ അതും അകപ്പെട്ടു. ജഗതി ദാനശീലരിൽ മുമ്പുള്ള വഞ്ചന മനോഹരൻ വിമലനങ്കേശൻ നിരൂപിച്ചു വിധിബലമിതെന്നതും വരും ഇപ്പോൾ മരണമെന്നതും വളരെ ധർമ്മം ചെയ്തവർക്ക് അപജയം വരികില്ലെന്നതും ഒരു പൊളിയത്രേ പറഞ്ഞതു. പുനഃ രാജനോടങ്ങവനറിഞ്ഞതാരേറെ അറിവു നിന്നോളം അധർമ്മം ചെയ്യുകയില്ലൊരു നാളും ഭവാനതു മനസ്സിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നു. വിരവോടു തേരിങ്ങുയർത്തിക്കൊള്ളുവോളം ഒരു ശരമെയ്യാതിരിക്കണമിപ്പോൾ പറഞ്ഞു തേരുരുളെടുപ്പാൻ ഭാവിച്ചിട്ടൊരു തരത്തിലും ഇളകാഞ്ഞു ചക്രം അരുളി ചെയ്തു മുകുന്ദൻ അന്നേരം പെരികെ നന്നു നീ പറഞ്ഞതൊന്നുമേ തിരിഞ്ഞില്ലേതു നീ പറഞ്ഞതിന്നിനെ പറഞ്ഞിടണം ഞാൻ അറിഞ്ഞിടും വണ്ണം. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ശാപമുണ്ട് ഈ പാവത്തിന് കർണന്. അയാളെ കൂടെ കൂടിയിട്ട് ദുഷ്ടനായി. ആൾ നല്ല ആളല്ലേ. ഇപ്പോൾ വന്നിട്ട് വിചാരിക്കുന്നു ഒരുപാട് ദാനമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും രക്ഷപ്പെടുമെന്ന് പറയുന്നത് എല്ലാം വെറുതെ തന്നെ. ഞാനിപ്പോൾ ഏതായാലും അർജുൻ്റെ അമ്പ് കൊണ്ട് മരിക്കുന്നെല്ലാം വിചാരിക്കുന്നു മനസ്സിലെനിക്ക് പറയുന്നു. അർജുന നിന്നോളം നല്ല ആൾ ആരും ഇല്ലല്ലോ, ഞാൻ ഈ തേരൊന്നു പൊക്കിക്കോട്ടെ, അതുവരെ അമ്പയക്കാതിരിക്കണേ എന്നെല്ലാം പറയുന്നു. അപ്പോഴത്തേക്ക് ഭഗവാൻ കിട്ടുമ്പോൾ എന്തെന്നാ നിന്ന് പറഞ്ഞത് ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ എനിക്കിപ്പം, ഒന്നും മനസ്സിലായിട്ടില്ല. ഒന്നും കൂടി പറഞ്ഞ് ഞാനും കൂടി കേൾക്കട്ടെ എന്ന് പറയുന്നു ഭഗവാൻ. ജയതി ധർമ്മം എന്നൊരു മൊഴിയോന്നതറിഞ്ഞു നിന്നോടു പറഞ്ഞതാരിപ്പോൾ. ഈ ധർമ്മം എന്ന് നിനക്കാരിപ്പോൾ പറഞ്ഞു നിന്ന് അഴിക്കുന്നു. എവിടെ പോയിരുന്നിതു മുന്നം ധർമ്മം എവിടെ നിന്നിപ്പോൾ എവിടേക്കു വന്നു. നിങ്ങൾ പലരും ഒന്നിച്ചു പൊരുതു കള്ളച്ചു തകപ്പെടിച്ചെന്നും നൃപതി തന്നെ സഭയികൾ നിന്നു ദ്രുപദ പുത്രിയെ പിടിച്ചിടച്ചെന്നും പതിവ്രതയായ അവളുടെ തുകിലധികം വേഗത്തിൽ പിടിച്ചഴിച്ചെന്നും മരക്കില്ലത്തിലിട്ടടച്ചു തീയും വെച്ചൊരുക്കി സംസ്കാരാദികൾ നിങ്ങൾ അന്നും അതികുമാരനാമ അഭീമന്യു തന്നെ വധിച്ചുകൂടാഞ്ഞു വിഷണ്ണന്മാരായിട്ടറുവരൊന്നിച്ചിട്ടറു കൊലയായോരറിവ് കൂടാതെ ചതിച്ചു കൊന്നെന്നും പല നാളും നിങ്ങൾ പലരും ഒന്നിച്ചു പല നാളും ചെയ്തോരധർമ്മ കർമ്മങ്ങൾ ഫലിച്ചിതന്നെങ്ങു ജയിക്കുന്ന ധർമ്മം ഫലിക്കയില്ലല്ലോ സ്വകർമ്മം എന്നിയേ. ഇപ്പൊ ധർമ്മം എന്നുള്ളൊരു വാക്ക് ഇപ്പൊ പറഞ്ഞല്ലോ. ഈ ധർമ്മം ഇവിടെ പോയിരുന്നു പണ്ട്. പാഞ്ചാലീന സഭയിൽ പിടിച്ചു വലിച്ചിട്ട് തലമുടി പിടിച്ചു വലിച്ചിട്ട് ആ വസ്ത്രം അഴിക്കുന്ന സമയത്തും അരക്കില്ലത്തിലിട്ടിട്ട് അടച്ചിട്ട് തീ വെച്ച സമയത്തും ഈ ഭീമസേന വിഷം കൊടുത്ത സമയത്തും ആ അഭിമന്യുവിനെ 5-6 കൂടിയിട്ട് 6 കൊലയായിട്ട് കൊല്ലുന്ന സമയത്തും അന്നേരമല്ലേ എവിടെ പോയിനി കർണ ഈ ധർമ്മം, ഇന്നിപ്പോൾ ഏടുന്ന് ഈ ധർമ്മം ഇങ്ങോട്ട് വന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇനി എന്തോ പതുക്കെ നിൽക്കുന്നതിന് തനയനെ വധിക്ക വൈകാതെ ഇവനൊരാണി എന്നറിയുക നോറ്റുവർക്ക് ഇവൻ അറിഞ്ഞത്ര ചതികളെപ്പേരും. പ്രഗത്ഭതയുള്ള ധനഞ്ജയനേവൻ ജഗത്പതിയുടെ വചനം കേട്ടപ്പോൾ നിശിതമായൊരു മേർവാളമ്പെടുത്തു ജീതമെന്നു കാൺമോർക്കു തോന്നുമാറരുണനന്ദനൻ തലയറുത്തുടൻ ധരണിയിലിട്ടാൻ ജഡതി ഫൽഗുനൻ ജയ ശബ്ദം ജഗതി പൂരിച്ചു. ജയം വിജയനു ലഭിച്ചതു മൂലം തപന മണ്ഡലം ഝടതി ഭൂമിയിൽ പതനം ചെയ്തതു കണക്കെ കർണന്തൻ വദന പങ്കജം പതിച്ചു ഭൂമിയിൽ ഉയർന്നു ദേഹിയു മൊളിയോടുകൂടെ. അപ്പം ഭഗവാൻ ഇങ്ങനെ പറയുമ്പം ഒരു മയിർവാൾ അമ്പ് എടുത്തിട്ട് കഴുത്തങ്ങരിഞ്ഞിട്ടു. അപ്പം സൂര്യമണ്ഡലം ഭൂമിയിൽ പതിച്ചതുപോലെ കർണനങ്ങ് തലയങ്ങ് വീണു എന്നാ പറയുന്നത്. ദേഹി മേലോട്ട് പോയിട്ട് അച്ഛൻ്റെ കൂടത്തേക്ക് പോവുകയും ചെയ്തു. നടന്നു കൗരവരതി ശോകത്തോടും വിവിധ മംഗലസ്തുതികൾ വാദ്യങ്ങൾ വിഭൂത ഭൂസുര ജയ നിനാദങ്ങൾ പവനജൻ അലറിന നിനാദവും ഭുവനവാസികൾ പുകഴ്ത്തുനാദവും പുഴങ്ങുമാറിവറ്റെ കൊണ്ടുടൻ കടൽ പോലെയുള്ള പടയുമായി പാർത്ഥനുടൽ ശ്വേതശോണിതങ്ങളോ മണിഞ്ഞടർന്നിലം തന്നിൽ വിളങ്ങി തന്നിരം കുസുമ വൃഷ്ടിയും തലയിലേറ്റേറ്റു മധുരിഭൂവുമായി നടന്നു മെല്ലവേ അനൂപമനായ വിജയൻ താനുമായി സുതാത്മജൻ ചരണ താരണ തൊഴുതു
വീണുടൻ നമസ്കരിച്ചിതു തൊഴുതൊഴു എഴുന്നേറ്റു സപതി ധർമ്മജൻ. അഖില ലോകേശൻ മുഖവും നോക്കിനാൻ അനുജന്മാരെയും അണച്ചു പുൽകിനൻ. തലയിൽ അശ്രുക്കൾ പലപുരു വീണു പലപുരു മുകർന്നിതു നരപതി. പെരികെ നന്നല്ലോ വിജയൻ കർണനെ പൊരുതു കൊന്നതെന്നരുൾ ചെയ്തു കൃഷ്ണൻ. ചെറുതു പുഞ്ചിരി കലർന്നു ധർമ്മജൻ മുരഹരനോടു പറഞ്ഞിതീ വണ്ണം. അതു പുനരെന്തു വിചിത്രമായതു മധുരിപോ മലർമകൾ മണവാള. നിഖില ലോകവും അകത്തടക്കിയും പുറത്തു കാട്ടിയും അതിനെ രക്ഷിച്ചും പല കാലങ്ങളും പല പ്രകാരവും ചില ലീലകളിലെഴുന്ന മായിൽ മുഴുകി മോഹിച്ചു മരുവുന്ന ലോകം മുഴുവൻ നിന്തിരുവടിയലോ നൂനം. ഭഗവാൻ പറയുന്നു, നന്നായില്ലേ അർജുനൻ കർണനെ കൊന്നിട്ട് വന്നിട്ട് ഇതാന്ന് പറയുന്നു ധർമ്മപുത്രോട്. അന്നേരം ധർമ്മപുത്രൻ ഒന്ന് ചിരിച്ചു പറഞ്ഞു, എന്തെന്ന് പറയുന്നത് ഭഗവാനെ, അവിടുന്ന് കളിപ്പിക്കുന്ന കളിയല്ലാതെ ഞങ്ങൾക്ക് വേറെന്തെന്നില്ലത്, ഒന്നുമില്ല, എല്ലാം അങ്ങയുടെ മായ എന്നല്ലേ എന്ന് പറയുന്നു. അടിയാരാം ഞങ്ങൾക്കുടയ നിന്തൊരു വടി തുണയായാൽ അരോധാതെയുണ്ടോ, അവിടുന്ന് കൂടേണ്ട ഞങ്ങൾക്കൊന്നും ആവാതെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജഗതി സമ്പ്രതി ചെറുതു കാര്യമെന്നീ മിഴി കളിയിലൊഴുകും നീരോടും യുധിഷ്ഠിരൻ പറഞ്ഞളവു ലോകങ്ങൾക്കധിഷ്ഠാനമായ മുരരി പൂചൊന്നാൻ. ശമതമയ നിയമ സത്യങ്ങൾ അമിത സദ്ഗുണമുടായ നിന്നുടെ ഛല വിമുഖമാം വിമല കർമ്മത്തിൻ ഫലമിതു ജയം. വരുന്നതിന്നിയും പല പ്രകാരവും ജയം വരുമെന്നു മധുരമായുടനരുളി ചെയ്തൊരു മധുമഥനും വിജയനും മറ്റും അനില നന്ദന ദ്രുപദന്മാരോടും മനോപമനായ യമതനയനും തെളിഞ്ഞു. കൈനിലയകത്തുമേവിനാൽ വിളങ്ങി മറ്റുള്ള സുഹൃജനങ്ങളും പല നേരം പറഞ്ഞരുതേതുമെന്നു പറഞ്ഞടങ്ങിനാൾ കിളിമകൾ താനും. ശ്രീ മഹാഭാരതേ കർണപർവം സമാപ്തം. കർണപർവവും സമാപിച്ചു, കർണനും സമാപിച്ചു. ഇനി നമുക്ക് നാളെ ശല്യപർവത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. ശല്യപർവത്തിൽ ശകുനീനെ വധിക്കണം. ശകുനല്ലേ ഇവർക്കെല്ലാം റാണി. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ശല്യപർവത്തിൽ വരാനുണ്ട്. ദുര്യോധനൻ പിന്നീട് ഒരു എന്താ പറയുക, ഒരു നദിയിൽ പോയിട്ട് മുഴുകി കിടക്കുന്നുണ്ട് ഇങ്ങനെ. അത് വേറൊരാളെ കണ്ട് ഭീമസേനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശല്യപർവത്തിലും വരാനുണ്ട്. ശല്യപർവത്തോട് കൂടിയിട്ട് യുദ്ധം സമാപിക്കും. പിന്നീടാണ് കുറേ എന്തൊക്കെയോ വരാനുണ്ട്. അപ്പോൾ ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം ആശീർവാദം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നെല്ലാം പാരായണം ചെയ്തതും അനുസ്മരിച്ചതും ഒക്കെ ആ പൊന്നു തമ്പുരാൻ്റെ പാദപത്മത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.